പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബംഗളൂരുവിലേക്ക് പോയാൽ അവിടെ ഒരു മലയാളി വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തുവെന്ന പരാതിയുണ്ട്. മടിവാളയിൽ താമസിക്കുന്ന ബത്തേരി സ്വദേശി ഹൈനസിനെതിരെയാണ് പരാതി. സുഹൃത്തുക്കളെ കാണാനെത്തിയപ്പോൾ പീഡിപ്പിച്ചു എന്നാണ് പരാതി. പോലീസിൽ പരാതിപ്പെട്ടിട്ടും പരാതി സ്വീകരിക്കാനോ മെഡിക്കൽ പരിശോധനയ്ക്കോ പോലീസ് തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് പ്രതി ഭീഷണിപ്പെടുത്തിയെന്നും ഇപ്പോഴും ഭീഷണിയുണ്ടെന്നും പെൺകുട്ടിയും സുഹൃത്തുക്കളും പറയുന്നു. മെയ് 12-ാം തീയതി ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് എൻ്റെ ഷോപ്പിൻ്റെ റൂമിൽ പുറകിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ റൂമിലേക്ക് ഹൈനാസ് എന്ന് പറഞ്ഞ വ്യക്തി വരികയും അവർ തമ്മിലുള്ള സംസാരം നടക്കുകയും ചെയ്തതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പെട്ടെന്നൊരു വയ്യായിക വന്ന് ഞാൻ അവിടെ കിടക്കുകയായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് അതിനെ തുറന്ന് എനിക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് വാട്ടർ ജ്യൂസ് വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോയപ്പോൾ ഹൈനാസ് എന്നെ ഫോഴ്സ്ഫുള്ളി റേപ്പ് ചെയ്യുകയും കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി മടിവാള സ്റ്റേഷനിൽ പോവുകയാണ് ചെയ്തിരുന്നത്. ഈ ഹൈനാസ് എന്ന് പറഞ്ഞ ആൾക്ക് ഒരുപാട് ലോക്കൽ സപ്പോർട്ട് മടിവാളയിലുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒരു ഫ്രണ്ട് സുരേഷ് എന്ന് പറഞ്ഞ ആൾ വരികയും സ്റ്റേഷനിൽ വരികയും അതിനുശേഷം എന്നെ പുറത്ത് വെയിറ്റ് ചെയ്യാൻ നിർത്തിക്കുകയും മെഡിക്കൽ എടുക്കാൻ തയ്യാറാണ്, FIR ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിൽ പോലും മെഡിക്കൽ എടുക്കാൻ എന്നെ സമ്മതിച്ചിരുന്നില്ല. ഈ ത്രട്ടണിങ്ങും കാര്യങ്ങളും എനിക്ക് പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. ഹൈനാസിൻ്റെ ഫ്രണ്ടിൻ്റെ ഭാഗത്തുനിന്ന് അവർ പറയണത്, നിങ്ങൾ കേസിന് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവർ പൈസ കൊടുത്ത് പുറത്തിറങ്ങി നമ്മളെല്ലാവരും കൊല്ലും, നിങ്ങൾ കോംപ്രമൈസിന് നിന്നില്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് അനുഭവിക്കും, പീടി തുറക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒരുപാട് ഭീഷണി നമുക്കുണ്ടായിരുന്നു. അതിനുശേഷം അവരുടെ 9 ഗുണ്ടകൾ വന്ന് നമ്മളെ ആക്രമിക്കുകയും നല്ല രീതിക്ക് അടിക്കുകയും നമ്മളെ ഇനിയും മുമ്പോട്ട് പോകുകയാണെങ്കിൽ നമ്മളെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. FIR രജിസ്റ്റർ ചെയ്തിട്ട് വരെ അവർ ഇതുവരെയായിട്ടും പിടിച്ചിട്ടുമില്ല, അവരൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും നമ്മളവരെ തേടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്. കുറക്കോ മൂന്നും ഇല്ലാണ്ട് നമ്മൾ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തിന്, നീതിക്ക് വേണ്ടിയിട്ട്. അതിനിടയിൽ ഈ പരാതിക്കാരെ പ്രതി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ 24-ന് കിട്ടി. അതിലെ കൂടി ഒന്ന് പോവാം. നീയാണ് കഴിച്ചാണെങ്കിലേ നീ വലിയ പടച്ചുവാണ്, പക്ഷെ പുറത്തു വന്നല്ലേ സജു ചാമക്കാലയിൽ വിവരങ്ങൾ മാറ്റുന്നു. സജു, എന്തായാലും ഈ പറഞ്ഞ പ്രതിക്ക് അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും കൂസലിനും ഒരു കുറവൊന്നുമില്ല. അപ്പോൾ ഇയാൾക്കെതിരെ പരാതി കൊടുത്തിട്ടും പോലീസ് എന്തുകൊണ്ടാണ് മെല്ലപ്പോക്ക് നടത്തിയത്? ഇയാൾ വലിയ സ്വാധീനമുള്ള ആളാണോ? എന്താണ് ആ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ, സജു? ഹാഷ്മി ക്രിസ്റ്റിന് 12-ാം തീയതി, ഈ മാസം 12-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മടിവാളയിൽ തൻ്റെ സുഹൃത്തുക്കളുടെ കഫയിൽ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്ന വിദ്യാർത്ഥിനിക്കാണ് ഇത്തരത്തിലുള്ള ഒരു അതിക്രമം നേരിടേണ്ടി വന്നത്. 20-ാം തീയതി, അതായത് ഈ സംഭവം ഉണ്ടായി 6 ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് കേസെടുത്തത്. അത് DCPക്ക് പരാതി നൽകിയതിനു ശേഷമാണ് പോലീസ് കേസെടുത്തതും മെഡിക്കൽ പരിശോധനയ്ക്കായി അയച്ചതെന്നുള്ള ആക്ഷേപമാണ് ഈ പെൺകുട്ടി പറയുന്നത്. അതിൻ്റെ FIRകളും അതോടൊപ്പം തന്നെ മെഡിക്കൽ രേഖകളടക്കം നമുക്ക് ഹാജരാക്കിയിട്ടുണ്ട്, നമ്മളത് കണ്ടതാണ്. ഇന്നലെ ഈ പെൺകുട്ടി അത്യന്തം സങ്കടത്തോടു കൂടിയാണ് ഈ കാര്യം പറയുന്നത്. അതായത് 12-ാം തീയതി സംഭവം ഉണ്ടായി, 12-ാം തീയതി രാത്രി ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം 13-ാം തീയതി രാവിലെ മടിവാള പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. അന്ന് രാവിലെ 7 മണി മുതൽ രാത്രി 11 മണി വരെ പോലീസ് സ്റ്റേഷനിൽ ഇവർ തുടരുകയായിരുന്നു. എന്നിട്ട് പോലീസ് പരാതി സ്വീകരിക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് ഇവർ DCPയെ സമീപിക്കുന്നു. പിന്നീട് DCPയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. അതോടൊപ്പം തന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി അയക്കുന്നത്. ഇവർ ആവർത്തിച്ച് മെഡിക്കൽ പരിശോധനയ്ക്ക് അയക്കണമെന്ന് പറഞ്ഞെങ്കിൽ പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് പറയുന്നത് ഈ ബത്തേരി സ്വദേശി ഹൈനസ്, അതായത് കുറച്ച് വർഷങ്ങളായിട്ട് മടിവാളയിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അതോടൊപ്പം തന്നെ മറ്റ് ബിനാമി പരിപാടികളൊക്കെ ആയിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാണ്. അയാൾക്ക് വളരെ വലിയൊരു സ്വാധീനമുള്ള ഒരു മനുഷ്യനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് ഈ സുരേഷ് എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ 9 പേര് ഇവരുടെ വീട് കയറി ഇവരെ ആക്രമിച്ചു. അതിനും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. അതായത് ഈ സുഹൃത്തുക്കളുടെ കഫയിൽ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്ന പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടാകും. അതായത് ഇവിടേക്ക് വരുമ്പോഴായിരുന്നു ഹൈനസും ഈ വീട്ടിലേക്ക് വരികയും പിന്നീട് ഈ പെൺകുട്ടിക്ക് വയ്യാതാകുന്ന സമയത്ത് ഭക്ഷണം അതോടൊപ്പം തന്നെ വെള്ളവും വാങ്ങാനായി ബാക്കി 2 സുഹൃത്തുക്കൾ അവർ പുറത്തേക്ക് പോകുന്ന സമയത്തായിരുന്നു ഇയാൾ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. അതായത് ഈ സുഹൃത്തുക്കൾക്ക് വേണ്ടി സാമ്പത്തിക സഹായം അതോടൊപ്പം തന്നെ ഇവരുടെ കഫേ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള സഹായമൊക്കെയും ചെയ്തത് ഹൈനസ് ആണ്. അതുകൊണ്ട് തന്നെ മുൻപരിചയം ഹൈനസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 2 സുഹൃത്തുക്കളും അവിടെ നിന്ന് പുറത്തേക്ക് പോയത്. ഇവർ പുറത്തേക്ക് പോയ സമയത്തായിരുന്നു പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. എന്തായാലും ഈ സംഭവം ഉണ്ടായിട്ട് 6 ദിവസങ്ങൾക്ക് ശേഷമാണ് മെഡിക്കൽ പരിശോധന നടത്തിയത്. പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തത്. ഇപ്പോഴും ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല. പ്രത്യേകിച്ച് മടിവാള പോലീസ് പറയുന്നത്, നിങ്ങൾ ഇത്തരത്തിലൊരു നടപടിയുമായിട്ട് മുൻപോട്ട് പോകരുത്, കേസ് ഒത്തീർപ്പാക്കണമെന്നുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അങ്ങനെയാണ് ഇവർ DCPയെ സമീപിക്കുകയും DCPയുടെ നിർദ്ദേശപ്രകാരം പിന്നീട് പോലീസ് FIR ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇവരുടെ ഭാഗത്ത് നിന്ന് വീണ്ടും ഭീഷണി ഉണ്ടാകുന്നതാണ് ഈ വിദ്യാർത്ഥി അതോടൊപ്പം തന്നെ ഇവരുടെ സുഹൃത്തുക്കൾ നമ്മൾ പറയുന്നത്. വഴിയുണ്ട്. കാര്യം സീന മുഹമ്മദ് പറയുന്നു, അയാൾക്ക് ഇപ്പോഴും ഇത്രയും ധാർഷ്ട്യമുണ്ടെങ്കിൽ അതിന് പിന്നിൽ ശക്തരായ ആരൊക്കെ ഉണ്ട്. അപ്പോൾ അയാളുടെ ആ ധൈര്യത്തിന് പിന്നിൽ
എന്തോ ചില സ്വാധീനങ്ങളുണ്ട് എന്നാലും ഉറപ്പാണ്. എന്ത് സ്വാധീനം ഉണ്ടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അകത്തിറങ്ങണം. അക്കാര്യത്തിൽ തർക്കം വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.